ഒരു സ്പോർട്സ് സംഘടനയാണ്. ഷട്ടിൽ ബാഡ്മിൻ്റൺ സ്പോർട്സ് സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോഴിക്കോട് വെച്ച് ഒരു 3 ദിവസത്തെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. ഷട്ടിൽ ബാഡ്മിൻ്റൺ വെറ്ററൻസ് പ്ലെയേഴ്സിൻ്റെ, മുതിർന്ന ആളുകളുടെ, 40 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ. അപ്പോൾ അത് 3 ദിവസമായി ഇവിടെ നടക്കുന്നു. സംസ്ഥാനതല ടൂർണമെൻ്റാണ്. അപ്പോൾ അതിന് മാധ്യമങ്ങളുടെ സഹകരണം വേണം. ഈ കാര്യം മാധ്യമങ്ങളുടെ വേണം പൊതുജനം അറിയുക. അപ്പോൾ അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇതിന് പ്രചരണത്തിനുള്ള ഒരു അഭ്യർത്ഥനയും മറ്റു സഹായവും അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബാഡ്മിൻ്റൺ വെറ്ററൻസ് പ്ലെയേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, ഇതാണ് നമ്മുടെ സംഘടനയുടെ പേര്. ഒരു 3ാമത് ടൂർണമെൻ്റാണ് ഇവിടെ നടക്കുന്നത്. 1ഉം 2ഉം കഴിഞ്ഞു. അന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ പത്രസമ്മേളനം നടത്തിയതാണ്, പരസ്പരം കണ്ടതും കാര്യങ്ങൾ പങ്കുവെച്ചതുമാണ്. അപ്പോൾ ഈ 3ാമത്തേത് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററൻ സംഘടനയുടെ ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത്. 3ാമത് ബാഡ്മിൻ്റൺ വെറ്ററൻ പ്ലെയേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ടൂർണമെൻ്റാണ് വരുന്ന 23, 24, 25 തീയതിയിൽ നടക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ അഫിലിയേറ്റഡ് മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയാണ് BVPA. നേരത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തിയ സീനിയർ ചേട്ടൻ പറഞ്ഞു, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റാണ് മണ്ണാർക്കൽ വാസുദേവൻ എന്ന് പറയും. 30-35 കൊല്ലമായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ഇവരെ കൂടെ അസോസിയേഷൻ്റെ കൂടെ നടന്ന ഒരാളാണ് ഞാൻ. ആ അസോസിയേഷനിൽ 45 വയസ്സിൻ്റെ മുകളിൽ കളിക്കാനുള്ള അവസരം തരാത്തത് കൊണ്ടാണ് സംസ്ഥാന തലത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് 3ാമത് നടത്തുന്നത്. കോഴിക്കോട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 300 ടീമുകൾ ഇപ്രാവശ്യം ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിൽ കേരള ബാഡ്മിൻ്റൺ അസോസിയേഷൻ ചെയ്യുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് അസോസിയേഷനെ മാത്രം അഫിലിയേഷൻ കൊടുക്കുകയാണ്. സ്പോർട്സ് കൗൺസിലിൽ സംസ്ഥാന ബാഡ്മിൻ്റൺ അസോസിയേഷന് മാത്രമാണ് അഫിലിയേഷൻ കൊടുത്തത്. നമ്മൾ ഈ അടുത്ത കാലത്ത് സ്പോർട്സ് കൗൺസിൽ അഫിലിയേറ്റഡായി. മറ്റ് പല ബാഡ്മിൻ്റണിലും ഡിസ്ട്രിക്ട് അസോസിയേഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ രൂപീകരിക്കാൻ കാരണം തീവ്രമായിട്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ്. ഞാൻ വേൾഡ് മാസ്റ്റേഴ്സ് ഒക്കെ കളിക്കാൻ പോകുന്നേരം സംസ്ഥാന സംഘടനയോട് സഹായം ആവശ്യപ്പെട്ടു, ജില്ലാ അവകാശപ്പെട്ടു, ഒന്നും തന്നുന്നില്ല. മഴ വന്നാൽ തിരിഞ്ഞു നോക്കിയ കൂടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടായ്മയിലൊരു സംഘടന ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുന്നു. 3 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനടക്കമുള്ള സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഞാനടക്കമുള്ള ഇപ്പോൾ കുറച്ചൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ എന്തായാലും ഒരു 2000 റുപ്യ അടച്ചിട്ട് അഫിലിയേഷൻ വാങ്ങിയിട്ട് ആണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്നത്. പല ആൾക്കും ബായി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. കൊല്ലത്തിൽ 1000 റുപ്യ വാങ്ങാന്നല്ലാതെ ഒരു കാർഡ് പോലും കൊടുക്കുന്നില്ല. ഇതിനൊക്കെ പ്രതികരിക്കാൻ മാത്രമല്ല, 40 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർ 80 വയസ്സുള്ള കാറ്റഗറിയിലാണ് കളിക്കുന്നത്. ഈ സംഘടനക്ക് ബാഡ്മിൻ്റൺ വെറ്ററൻ പ്ലെയേഴ്സ് അസോസിയേഷന് സമൂഹത്തിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവുമില്ല. ഞങ്ങൾക്ക് മക്കളെ മക്കൾ, അവരൊക്കെയാണ് ഞങ്ങളെ കളിക്കൂട്ടുകാർ. അപ്പോൾ അവരെ വളർന്നു വരുന്ന അവരെ ഈ ഇന്നത്തെ മയക്കുമരുന്നിലും മറ്റുള്ളതിലും പോകാതെക്കാനും കൂടി ആണ് ഞങ്ങൾ മുൻകൂട്ടി കണ്ടത്. എനിക്ക് സ്വന്തമായിട്ട് മണ്ണാർക്കൽ ഓയിൽ മിൽസിൻ്റെ ഇതിൽ സ്വന്തമായിട്ട് കോർട്ടുണ്ട്. എല്ലാ കൊല്ലവും ഒരു 10 കുട്ടികളെ തന്നെയെങ്കിലും അവിടുന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും പത്രത്തിലെ പ്രതികളെ വിളിച്ചു കെട്ടിയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. നാളെ അടുത്ത കൊല്ലമാകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ പത്രമാധ്യമങ്ങൾക്കൂടെ പല സംഗതിയും ചെയ്യാൻ പറ്റും. അവർ ഇങ്ങനെ ഒരു സംഘടന എന്നുള്ളത്
കേരളം മുഴുവനും പ്രചരിപ്പിക്കാൻ പത്രവാർത്തകൾക്ക് കഴിയും. വേറെ കൂടുതലൊന്നും ഞങ്ങൾ ആശയം ശരിക്കും മനസ്സിലിട്ടുണ്ടായിട്ടുണ്ടാവും. പിന്നെ അടുത്ത സെക്രട്ടറി കൂടുതൽ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, ബാഡ്മിൻ്റൺ ഷട്ടിൽ വെറ്ററൻസ് പ്ലേയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 3ാമത് ഓൾ കേരള ഷട്ടിൽ ടൂർണമെൻറ്റാണ് 2024 ഓഗസ്റ്റ് 23, 24, 25 തീയതികളിൽ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാം, ഈ 40 വയസ്സ് വരെയുള്ള എല്ലാവർക്കും നമുക്ക് കളിയിലുള്ള ബാഡ്മിൻ്റൺ അസോസിയേഷൻ ശരി, പ്രത്യേകിച്ച് ബാഡ്മിൻ്റൺ അസോസിയേഷന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നുള്ളൂ. 3 വർഷം മുൻപ് നമ്മൾ അസോസിയേഷൻ രൂപീകരിച്ച് സംസ്ഥാന തലത്തിൽ ബാഡ്മിൻ്റൺ 40 മുതൽ 80 വയസ്സ് വരെയുള്ളവരെ 45, 49 മുതൽ 80 വയസ്സ് വരെയുള്ളവർക്ക് കളിക്കാനുള്ള, കേരളം മുഴുവനും കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഈ ടൂർണമെൻറ്റ് സമയത്ത് വളരെയധികം ദൃശ്യമാധ്യമങ്ങൾ 75, 80, 85 വയസ്സ് വരെ കളിക്കുന്നവരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കേരളത്തിലെ മുഴുവൻ സ്പോർട്സ് പ്രേമികളെയും അറിയിക്കുകയുണ്ടായി. അത് നന്ദിയോടെ അവിടെ ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ആരോഗ്യ പരിപാലന രംഗത്തൊക്കെ നമുക്ക് ഈ വെറ്ററൻസിന് നമ്മൾ 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സ്ഥിതിയാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വെറ്ററൻസ് സ്പോർട്സ് രംഗത്ത് വളരെയധികം ഇൻ്റർനാഷണൽ ലെവലിലെ കളിക്കാർ ഇവിടെ കളിക്കാൻ വരുന്നുണ്ട്. നാഷണലിൽ കളിച്ചവർ ഇവിടെ ഈ ടൂർണമെൻറ്റ് കളിക്കാൻ വരുന്നുണ്ട്. 300ഓളം ടീമുകളാണ് നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ്. 300ഓളം ടീമുകൾ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഈ ഷട്ടിൽ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നു. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച്. കോഴിക്കോട് നിന്നാണ് ഈ അസോസിയേഷൻ ഉണ്ടായത്. അതാണ് അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ്. ഈ അസോസിയേഷൻ കോഴിക്കോട് നിന്നുണ്ടായെങ്കിലും കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ ടൂർണമെൻറ്റായിട്ട് വ്യാപിച്ചു കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് U ഷറഫ് അലിയാണ്. ബഹുമാനപ്പെട്ട സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് രാജഗോപാൽ സാറ് മുഖ്യാതിഥിയായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് വീണ്ടും വെറ്ററൻസിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വെറ്ററൻസിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും ബാക്കിയൊക്കെയും കുറച്ചും കൂടി മെച്ചപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് നമുക്കിത് ഇങ്ങനത്തെ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഈ വെറ്ററൻസിന് വേണ്ടി ഒരു സ്റ്റേഡിയം നമുക്കില്ല, കേരളത്തിലില്ല. വെറ്ററൻസ് കളിക്കാൻ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിലൊന്നും നമുക്ക് കളിക്കാൻ തന്നെ സൗകര്യം കിട്ടുന്നില്ല. അപ്പോൾ വെറ്ററൻസിന് വേണ്ടി നമുക്ക് അതിനുള്ളൊരു സൗകര്യം സ്പോർട്സ് കൗൺസിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ നമുക്ക് ചെയ്തു തരണം എന്നാണ് ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരോടും നമുക്ക് ഇത് നിങ്ങൾ കവർ ചെയ്യണം. നമുക്കിത് ഓൾ കേരള ലെവലിൽ ഇതൊരു നല്ല വാർത്ത പ്രാധാന്യമായി കൊടുക്കണമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഇതിൻ്റെ കാരണം കണ്ണൂർ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഈ ടൂർണമെൻറ്റ് ഒരു പ്രത്യേകത, സമാപന സമ്മേളനത്തിലല്ല ട്രോഫികളും സമ്മാനങ്ങളും കൊടുക്കുക. അതാത് ഈവൻ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിജയിയെ വിക്ടറി സ്റ്റാൻഡിലിരുത്തി ട്രോഫിയും പ്രൈസ് മണിയും കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെയോ വരുന്ന ആളുകളാണ്. ഇപ്പോൾ സാധാരണ ട്രോഫിയൊക്കെ അവസാന ദിവസം 3ാമത്തെ ദിവസം കൊടുക്കുമ്പോൾ അവർ 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. ചിലവാണ്, പല പരിപാടികളുണ്ട്. അപ്പോൾ അത് വിടാൻ വേണ്ടി നമ്മൾ അതാത് സമയത്ത് തന്നെ വിക്ടറി സ്റ്റാൻഡിൽ പ്രൈസ് മണിയും ട്രോഫിയും സർട്ടിഫിക്കറ്റും അപ്പോൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വാർത്തകൾ ഞങ്ങൾ വൈകുന്നേരം ആരാണോ അന്നത്തെ ദിവസത്തെ ടൂർണമെൻറ്റിലെ വിജയികൾ എന്നുള്ള വിവരം നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ പ്രതിനിധികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നപ്പോൾ തന്നെ ആ വിക്ടറിയുടെ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവരുടെയായിട്ട് അഭിമുഖങ്ങൾ നടത്തണമെങ്കിൽ അതൊക്കെ ചെയ്യാനും കഴിയും. സംസ്ഥാനത്തെ പ്രഗത്ഭ കളിക്കാർ മുഴുവൻ ഇതിൽ പങ്കെടുക്കുന്നു, വെറ്ററൻസ് പ്രത്യേകിച്ച്.